ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരി. JCI തിരൂരിന്റെ 40ാം വാർഷിക സമ്മേളനവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. BP-അങ്ങാടി മെഹക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ പുതിയ പ്രസിഡന്റായി റിഫ ഷലീസ് ചേന്നര ചുമതലയേറ്റു. പത്രപ്രവർത്തകനും ഡോക്യുമെന്ററി ഡയറക്ടറും നോവലിസ്റ്റുമായ റിഫ ഷലീസ് പുതുപ്പള്ളി ശാസ്ത LP സ്കൂളിലെ അധ്യാപകനാണ്. ടോബിപ്പ് അവാർഡ് KK അബ്ദുസലാം മാവുങ്കുന്നിന് സമ്മാനിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ ഹരിതകർമ്മസേന നിശബ്ദ സേവനത്തിനുള്ള JCI തിരൂരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി. പറവണ്ണ GHSSലെ വിദ്യാർത്ഥികൾക്ക് CMT മഷൂദ് നൽകുന്ന JCI സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. താനൂർ DSP VV ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഹനീഫ് ബാബു തിരൂർ അധ്യക്ഷത വഹിച്ചു. JCI മുൻ ദേശീയ പ്രസിഡന്റ് P സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. മേഖല 28ന്റെ പ്രസിഡന്റ് KS ചിത്ര വിശിഷ്ടാതിഥിയായിരുന്നു. മേഖല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര, പ്രോഗ്രാം ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ, സെക്രട്ടറി അഷറഫ് ചേലാടൻ, ട്രഷറർ ഡോക്ടർ ജൗഹർ കാരാട്ട്, കമർ ഷാ, സുനിൽ കാവുങ്ങൽ, P സാജിദ്, തസ്നി കമറുദ്ദീൻ, VV സത്യാനന്ദൻ, CK ജർഷാദ്, മുംതാസ് ഷമീർ, മുഹമ്മദ് ഫർഹാൻ എന്നിവർ സംസാരിച്ചു. 40ാം വാർഷികത്തിൽ 40 പദ്ധതികളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ക്ലീൻ ഫൈറ്റ് ചലഞ്ച്, പ്രൊജക്ട് തുളസി, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ഗ്രീൻ സോൺ, പരിസ്ഥിതി സംരക്ഷണ പരിപാടി, 1-on-1 ബിസിനസ്, സ്മാർട്ട് ക്യാമ്പ്, സ്കിൽമ സമ്മർ ക്യാമ്പ്, 1-on-1 സ്കൂൾ, ട്രെയിനിങ് പ്രോഗ്രാം, പ്രസംഗ പരിശീലന പരിപാടി, 40ാം വാർഷിക മെഗാ ഫെസ്റ്റ് എന്നിവ പ്രധാന പദ്ധതികളാണ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ സംഘടന വ്യക്തിത്വ വികസനം മുഖമുദ്രയായിട്ടുള്ള ഈ സംഘടനയുടെ JCI തിരൂർ എന്ന് പറയുന്ന അതിന്റെ 40th ഇൻസ്റ്റാളേഷൻ സെറമണിയിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. വ്യക്തിയിലൂടെ ലോക സമാധാനം കൈവരിക്കുക എന്നുള്ള ബൃഹത് ലക്ഷ്യത്തോടു കൂടി 100 വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി കിസൻബിയർ എന്ന് പറയുന്ന വ്യക്തിത്വം ഡെവലപ്പ് ചെയ്ത ഈ ഓർഗനൈസേഷൻ ഈ 40ാം വർഷത്തിൽ JCI തിരൂർ നിൽക്കുമ്പോൾ ഒട്ടേറെ തിരൂരിലെ എത്രയോ വ്യക്തികൾ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചു. അവരുടെ ബിസിനസ് ജീവിതത്തിലും അതേപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഈ സംഘടനയുമായിട്ട് JCI തിരൂർ മുന്നോട്ടേക്ക് പോകാനുള്ള കാരണം. തിരൂരിലെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായിട്ടുള്ള JCI ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, കുറേ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പലതും ഈ ഓർഗനൈസേഷൻ നമ്മുടെ തിരൂരിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്ട് വളരെ പ്രധാനമായ പ്രൊജക്റ്റാണ്, പെർമനന്റ് പ്രൊജക്ട്. ഈ തുഞ്ചംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വിജയദശമി ദിനത്തിൽ ഏകദേശം 10,000-ത്തിലധികം കുരുന്നുകൾക്ക് സൗജന്യമായി പാൽ വിതരണം ചെയ്യുന്നത് ഒരു പെർമനന്റ് പ്രൊജക്റ്റാണ്. ഈ വിനീതനെ ഈ ഒരു മഹത്തായ സംഘടനയുടെ 39ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ കാണിച്ച ആവേശത്തിനും അകമഴിഞ്ഞ സഹായത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഈ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് 2016 സാജിദ് എന്നെ ക്ഷണിച്ചപ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇങ്ങനെയൊരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അത് അലങ്കരിക്കാൻ കഴിയുമെന്ന്. തുടക്കം കുറിക്കാൻ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായി എന്ന ഒറ്റ സന്തോഷമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു സംഘടനയിൽ നിന്ന് കിട്ടിയ അനുഭവവും സുഹൃത്ത് ബന്ധങ്ങളും അത് വിപരീത മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചു എന്ന് പറയാം. നമുക്കറിയാം, ഈ പ്രപഞ്ചം പോലെ അനന്തമാണ് JCI എന്ന ഒരു സംഘടനയുടെ ശക്തിയും അതിലെ കഴിവും അതിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളും. 2023 ജനുവരി പുതുവത്സരം
ആഘോഷിക്കാൻ നമ്മുടെ പ്രിയകരിയായ നമ്മുടെ ZP-യുടെ ശ്ലോകം പോലെ എൻജോയ് ദ ജോയ് ഓഫ് JCI എന്ന ശ്ലോകം മനസ്സിൽ തട്ടി. അതുപോലെ തന്നെ എൻജോയ് ദ ജോയ് ഓഫ് പീപ്പിൾ, പാവപ്പെട്ട അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലുള്ള ആളുകളുടെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ട് ന്യൂ ഇയറിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് JCയുടെ നമ്മുടെ പ്രോഗ്രാമിന് കഴിഞ്ഞ വർഷം ഇവിടെ തുടക്കം കുറിച്ചത്. രചയിതാവായും അധ്യാപകർക്കടക്കമുള്ള പരിശീലകനായും മികവ് പുലർത്തുന്നു. ചേർന്നല പെരുന്തുരുത്തി സഡാകോ നാച്ചർ ക്ലബ് ഫൗണ്ടർ സെക്രട്ടറിയാണ്. ചൈൽഡ് ലൈൻ വളണ്ടിയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആലത്തൂർ ഹൈസ്കൂളിലെ അധ്യാപികയായ ഫിദയാണ് ഭാര്യ. ഇലാഫ് ഏക മകനാണ്. Ladies and gentlemen, please put your hands together to welcome this eminent personality, the new president of JCI Tirur, JC Vivakaresh Canada, to the stage. Best my ability, to the best my ability, serve as living example of this organization, philosophy, belief, and uphold and enforce the constitution and policy of this organization at all times. സമൂഹത്തോടുകൂടി പുതിയ acceptance speech. അധ്യക്ഷ പദവിയിലേക്ക് എന്നെ ഈ വർഷം നിയോഗിച്ചതിൻ്റെ നന്ദിയും കടപ്പാടും ഇവിടെ എത്തിയ എല്ലാവർക്കും അതോടൊപ്പം തന്നെ JC ലീഡേഴ്സിനുമുള്ള നന്ദി ആദ്യമേ പറയുന്നു. 40 വർഷം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്വം വളരെയധികം കൂടുകയാണ്. കേവലം 1 വർഷം മാത്രമാണ് ഒരു പ്രസിഡന്റ് പദവിയിൽ JCയിൽ ഒരാളിരിക്കുകയുള്ളൂ. 1 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം പൂർണ്ണമായുമില്ല, 10 മാസമേ ഉണ്ടാവുകയുള്ളൂ. അതിനിടയിൽ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നതാണ് എന്നിൽ അർത്ഥം. ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് എത്താൻ നിരവധി പാസ്റ്റ് ലീഡേഴ്സ് അവരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായി JCയിൽ വന്നത് വളരെ യാദൃശികമായിട്ടാണ്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഞാനൊരു നാട്ടിൻപുറത്ത് നിന്ന് വരുന്ന ഒരാളാണ്. തിരൂർ ടൗണുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ആകെ എനിക്കുള്ളൊരു ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലെ ക്ലബ്ബ് സഡാക്കോ നാച്ചർ ക്ലബ്ബ്, ഈ ക്ലബിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മലയാള മനോരമയിലെ നിതീഷേട്ടൻ, അന്നത്തെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഷാജു, സുഭാഷ് തുടങ്ങിയ ആളുകളെയാണ് എനിക്ക് തിരൂരിൽ മറ്റൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പരിചയമായിട്ടുള്ളത്. 2018 he won 8 award winner JC India from Zone Director Program Area 2020. He is an outstanding Zone Director, Zone 20 in Zone 21. He got National President Excellent Award 2020 NatCon. He became JFS 2020. He graduated LLB from Ambedkar Law College. He completed his post-graduation in LLM from Bengaluru Presidency University. He is a Dubai Golden Visa winner of 2022. He is the founder of Gulf Eye for News. He is the founder of Dubai Higher Education Center. He is a legal partner. ഇന്ന് നമുക്കറിയാം, ഇന്ന് 40ാമത്തെ പ്രസിഡന്റായിട്ട് JC റിഫ ഷരീഫ് അത് ഏറ്റെടുക്കുമ്പോൾ JCI തിരൂരിൽ ഒരു പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ 5-6 വർഷം ഒരു പ്രസിഡന്റ് ആണെങ്കിൽ 5-6 ആളുകളൊക്കെ ഞാൻ പ്രസിഡന്റ് ആവാമെന്നാണ് എല്ലാവരും ഒരു വർഷം തന്നെ ഇങ്ങനെ പറയും. പക്ഷെ JC റിഫ പറഞ്ഞത് ഏകദേശം 2 പതിറ്റാണ്ടുകളായി, 20 വർഷത്തിന്റെ അടുത്തായി. ഞാൻ പറഞ്ഞില്ലേ, ഒരാളൊരു പ്രസിഡന്റ് ആയിട്ട് ഈ 1 വർഷം നമ്മൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു 5-ൽ കൂടുതൽ ആളുകൾ വരും പ്രസിഡന്റ് ആവാൻ.
ഒരുപാട് തവണ JCIന്റെ പ്രസിഡന്റ് സ്ഥാനം ഓഫറായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴി മാറി കൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, അപ്പുറത്തെ ആളുകൾ പ്രസിഡന്റ് ആവാൻ റെഡി ആയിട്ടാണ്. അപ്പൊ അവർക്ക് അവസരം കൊടുക്കുക. ഞാൻ ആനായിട്ട് പറയട്ടെ, JCI തിരൂരിൽ, JCI ഇന്ത്യയിൽ തന്നെ 18 വർഷത്തിൽ അധികം ഒരു പ്രസിഡന്റ് മറ്റുള്ള പ്രസിഡന്റുമാരെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും മാറിക്കൊടുക്കാനും ക്ഷമ കാണിച്ച JCIന്റെ 2 പതിറ്റാണ്ടുകൾ ആയിട്ട് അദ്ദേഹം കാണിക്കുന്ന ആ ക്ഷമ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് JCI തിരൂരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. അവിടെ ഒരു മാഗസിൻ തയ്യാറാക്കിയിരുന്നു വ്യത്യസ്ത ഭാഷകളായിട്ട്, 3 വ്യത്യസ്ത ഭാഷകളിലായിട്ട്. അത് ഇന്ന് ഖത്തർ ഗവൺമെന്റ് അപ്രൂവ്ഡായി. നമുക്കറിയാം, 1-1.5 മാസം കൊണ്ട് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ 40ാമത്തെ പ്രസിഡന്റായിട്ട് JCI റിഫൈൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങളുടെ സന്തോഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു എന്തെങ്കിലും തരത്തിലുള്ള പുറമെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യണമെങ്കിൽ, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യമായി ഞങ്ങൾ ആലോചിക്കുന്നത് ആ പ്രദേശത്ത് ഒരു JCI ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. എൻ്റെ സർവീസ് തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയും ഇതുപോലെ തന്നെ JCIയുടെ പ്രവർത്തനം വളരെ മികച്ചതായി മുമ്പോട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ആദ്യമേ ഞങ്ങൾ അന്വേഷിക്കുന്നത് JCIയുടെ പ്രതിനിധികളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ JCIയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന JCIയുടെ പ്രവർത്തനങ്ങളും ഈ വർഷം ഇനി നടക്കാൻ പോകുന്ന മുമ്പോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പ്രവർത്തനം, ഒരു സമൂഹത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി ഒരു സാമൂഹ്യ സേവനം എന്നുള്ള കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമായി, ഒരു പ്രസ്ഥാനമായി JCI മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ എന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. JCIയുടെ പ്രവർത്തനങ്ങൾ, തിരൂർ JCIയുടെ പ്രവർത്തനം ഞാൻ തിരൂർ DSP ആയിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവരുടെ വിചാരങ്ങൾ തരത്തിലാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും തിരൂരിന്റെ സാമൂഹ്യ പ്രവർത്തനം, തിരൂരിന്റെ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനത്തിനും ഏത് തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിനും JCI എന്തും മുൻപന്തിയിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള Her commitment and dedication led her to serve as Vice President long in 2018. And in the following year, she rose to the position of the President in 2019. ഞാനൊരു ലേഡി ലോക്കൽ ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. തിരൂർ എന്ന് പറയുന്നത് ഞാൻ JCIയിൽ വന്ന ആ കാലഘട്ടം മുതൽ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ആരാധനയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് RPP സത്യേട്ടൻ. അതെന്താണ് അന്ന് JCIയിൽ വന്ന സമയത്ത് എന്താണെന്നറിയില്ല, എന്താണ് RPP എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ JCIസും ഉറ്റുനോക്കുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് JCI തിരൂർ എന്ന് പറയുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ എനിക്ക് 2019 ഞാനും JC തസ്നി എന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ച എന്റെ സോൺ ഡയറക്ടർ ബിസിനസ് തസ്നിയുമായിരുന്നു ഒരേ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത്. അന്ന് തസ്നിയും ഞാനും തമ്മിലൊക്കെ ചെറിയൊരു കോമ്പറ്റീഷനിലെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയാം. ഒരുപാട് കാര്യത്തിൽ, കാരണം ഒരുപാട് കാര്യത്തിൽ JCI എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പക്ഷെ ചെറിയ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കൂടി തന്നെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. For the 3rd year in 2023, a fabulous trainer who has completed his journey of 27 years in training and mentoring and transforming thousands of individuals across the country and abroad. നമുക്ക് ലെഗസി എന്നുള്ളൊരു വാക്കൊക്കെ ശരിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ JCI തിരൂർ പോലുള്ളൊരു ചാപ്റ്റർ പ്രവർത്തനങ്ങളെ കുറെ വർഷങ്ങളായി നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ലെഗസി, ഇംഗ്ലീഷിൽ ലെഗസി എന്നുള്ളൊരു വാക്കുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ അർത്ഥം JCI തിരൂർ എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ JCI ഞാൻ ജൂനിയർ JCI ആയിട്ട് 1992 ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതലേ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലൊക്കെ
ചാപ്റ്ററാണ് ജെ സി തിരൂര്. ഒരുപക്ഷെ ഞാനൊരു പരിശീലകനാവാൻ എന്നെ ഏറ്റവും പ്രേരിപ്പിച്ച എൻ്റെ ഒരു റോൾ മോഡൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പരിശീലകൻ ജെ സി രാജാമണി തിരൂര് എന്നുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ ഒരു ഓഫീസർ എങ്ങനെയാവണം എന്ന് പഠിച്ച ഞങ്ങളുടെയൊക്കെ എന്നെപ്പോലെ ഒട്ടനവധി എൻ്റെ കാലഘട്ടത്തിലെ ഒട്ടനവധി ജെ സി പ്രവർത്തകരുടെ ഗുരുസ്ഥാനീയനായ ഞങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹത്തോടെ ആദരവോടുകൂടി ഓർക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പി സുരേഷേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. ഇന്നത്തെ അവസ്ഥ വളരെ ജനകീയമാക്കിയതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജെ സി തിരൂരിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോണി 28ന്റെ CPP ആയിട്ടുള്ള ജെ സി ജംഷാദ് കൈനിക്കര. ജെ സി ഐയുടെ കീർത്തി വാനോളം ഉയർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനും ടീമിനും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഈ ജേസിനെ എപ്പോഴും സംഗീതം കൊണ്ട് ആരാധിക്കുന്ന ഒരു പ്രസിഡന്റിന് സത്യാനന്ദൻ ഞാനും പാടില്ല മൂളും, പക്ഷെ ഇപ്പൊ മൂളി. ഏതായാലും നല്ല പ്രവർത്തനം വെച്ചുകൊണ്ട് തിരൂരിനെ ഒരു സ്വിറ്റ്സർലൻഡ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമെന്ന പാലിന്നതിൽ കേവലമല്ല, ആ ഭാരതമണ്ണിൽ തിരൂർ ജേസിന്റെ പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടും ജയ് ഹിന്ദ്. ഓരോ മെമ്പേഴ്സും പ്രൊജക്ട് ചെയ്യാം. ജംഷ 2000 പറഞ്ഞിട്ടുണ്ട്, എന്താ എനിക്കറിയില്ല ആ ഫിഗർ. 40 പ്രൊജക്ട് നല്ല പ്രൊജക്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടം മനസ്സിലാക്കിയ എന്താ പറയുക, ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ ചെയ്യാനുള്ള അത് വളരെ നല്ല പ്രശ്നം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വലിയ വേളയിൽ ഒരു വലിയ ആശംസാ പ്രസംഗത്തിലൂടെ ഒരു സ്കോപ്പ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ കൂടെ മലയാള മനോരമയിലാണ്. ഞാൻ ആദ്യം മാതൃഭൂമിയിലായിരുന്നു, പിന്നെ ഇപ്പൊ മാതൃഭൂമിയിൽ പോയി ഞാൻ മലയാള മനോരമയിലേക്ക് വന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സംഘാടന മികവ്, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ, അതിലുപരി നല്ലൊരു ട്രെയിനർ, ഈ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ശോഭിക്കാനായിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും ആ ഒരു പ്രചോദനം, അദ്ദേഹത്തിന്റെ ഒരു ഡൈനാമിക് കപ്പാസിറ്റി, ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഒരു പ്രവർത്തനം എന്തായാലും മറ്റുള്ളവർക്ക് അത് സാമൂഹ്യമായാലും അവർക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനും അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ നടത്താനും സമൂഹത്തിന് വേണ്ടി കഴിയും. അതിന് റിഫയ്ക്ക് ഒരു നിമിത്തമാകാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.